നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊടുത്തത് സിറിയയിലേക്കാണെങ്കിലും ഇറാന്റെ ലക്ഷ്യം ഖൈബർ ബസ്റ്റർ മിസൈലിന്റെ ശക്തി അമേരിക്ക ഇസ്രായേൽ സഖ്യത്തെ അറിയിക്കുക എന്നതായിരുന്നു. തങ്ങളുടെ വജ്രായുധം ഖൈബർ ബസ്റ്റർ പുറത്തെടുത്തതിന്റെ അടങ്ങാത്ത ആവേശത്തിലാണ് ഇറാൻ ഭരണകൂടം. ആയുധക്കരുത്തിൽ ഏറെ മുന്നിലാണ് തങ്ങളെന്ന് തെളിയിക്കുക എന്നതായിരുന്നു ഇറാൻ സൈന്യത്തിന്റെയും ആവശ്യം. പാകിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളാണ് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ആക്രമണത്തെക്കാൾ ഉപരി ആയുധപ്പുരയിലെ മിസൈൽ ശേഷിയുടെ പ്രദർശനം കൂടിയാണ് ഇറാൻ നടത്തിയതെന്ന് രാജ്യാന്തര പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ചർച്ചയാകുന്നത് ഇറാന്റെ ഖൈബർ ബസ്റ്റർ എന്ന മിസൈലാണ്. സിറിയയിലേക്ക് തൊടുത്ത ഖൈബർ ബസ്റ്ററിനെ ഇറാൻ വിശേഷിപ്പിച്ചത് ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ ശേഷിയുള്ള പുതിയ മിസൈൽ എന്നായിരുന്നു. അതായത് അയച്ചത് സിറിയയിലേക്കാണ്, പക്ഷേ തങ്ങളുടെ ഉന്നം അത് ഇസ്രയേലാണെന്നാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. ജൂതപ്പടയുടെ അയൺ ഡോമിനെയും നിഷ്പ്രഭമാക്കാൻ കരുത്തുള്ളവനെന്ന് ഇറാൻ സേന ആവേശം കൊള്ളുന്നു. സിറിയയിലെ ഇദ്ബിലിലേക്കാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഖൈബർ ബസ്റ്റർ ഇറാൻ പ്രയോഗിച്ചത്. 2022 ഈ മിസൈൽ പുറത്തിറക്കിയത്. ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ ശേഷിയുള്ള പുതിയ മിസൈൽ എന്നായിരുന്നു വിശേഷണം. ഖൈബർ ബസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിന് ഇറാന് സമീപ മേഖലകളിലൂടെ US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം. 1400 കിലോമീറ്ററോളം റേഞ്ചുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപാരമായ കൃത്യതയുള്ള മിസൈലിന് ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു. പൂർണ്ണമായും തദ്ദേശീയമായാണ് മിസൈൽ നിർമ്മിച്ചത്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് ഖൈബർ ബസ്റ്ററിനുള്ളതെന്ന് ഇറാൻ വാദിക്കുന്നു. കടലിൽ നിന്ന് ആകാശ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാവുന്ന ചെറു ബോട്ടും അടുത്തിടെ ഇറാന്റെ നാവികസേന വികസിപ്പിച്ചിരുന്നു. ഈ ബോട്ടിൽ നിന്ന് നവാബ് ശ്രേണിയിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചു. സുൽഫിക്കർ ക്ലാസ് എന്ന ഗണത്തിലാണ് ഈ ബോട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവാബ് വിഭാഗത്തിലുള്ള മിസൈലുകളാണ് ഇതിലുള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ബോട്ടിന്റെ വികസനത്തോടെ ഇറാന്റെ നാവിക സേനയിലുള്ള രാജ്യാന്തര ശ്രദ്ധ കൂടിയിട്ടുണ്ട്. 1923 ഇറാനിയൻ നാവികസേന നിലവിൽ വന്നത്. 1960 മുതൽ ഇറാൻ നാവികസേനയെ പരിഷ്കരിക്കാൻ തുടങ്ങി. 70കളിൽ US തന്നെ ഇറാനിയൻ നാവികസേനയ്ക്കായി പരിശീലനവും സാമഗ്രികളും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു. ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇറാൻ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്.